ഡോക്ടർ ഹാരിസിനെ വെട്ടിലാക്കുന്ന ആരോപണവുമായി സർക്കാർ. ഡോക്ടർ ഹാരിസ് വകുപ്പ് മേധാവിയായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാതായതായാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. ഉപകരണങ്ങൾ കാണാതായ കാര്യം കണ്ടെത്തിയത് ഉപസമിതിയാണ്. ഇക്കാര്യത്തിൽ വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറയുന്നു. വാങ്ങിച്ച ഒരു ഉപകരണത്തിൻ്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി. അപ്പോൾ അതിനു മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ഇതുണ്ട്, ഇത് കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതൊരു പക്ഷേ നമ്മുടെ ഒരു അന്വേഷണത്തിൽ മാത്രം നിൽക്കുന്നതല്ല. അപ്പോൾ ഈ വിദഗ്ധ സമിതി മറ്റൊരു അന്വേഷണം കൂടി അതിന് സജസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തല അന്വേഷണം കൂടി നടത്തിയിട്ട് അതിൻ്റെ എന്താണ് അതിൻ്റെ റിപ്പോർട്ടെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഫർദർ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ലെവിൻ കെ വിജയൻ ചേരുന്നു വിവരങ്ങളുമായി. ലെവിൻ, ശസ്ത്രക്രിയാ ഉപകരണം കാണാതായി എന്നുകൂടി പറയുകയാണ്. കുറച്ചുകൂടി ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ ഉയർത്തുന്നത്. ഇതിനകത്ത് ഏത് തരത്തിലുള്ള ഒരു തുടർ നടപടിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് ആരോഗ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ലക്ഷ്മി, ഡോക്ടർ ഹാരിസിനെതിരായ ഒരു പ്രതികാര നടപടിയാണോ എന്ന് സംശയമുളവാക്കും വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ ആരോഗ്യമന്ത്രിയുടേതായിട്ടുള്ള പ്രതികരണത്തിൽ നിന്നും ഉപസമിതി നടത്തിയ അന്വേഷണത്തിലും അവർ സമർപ്പിച്ച റിപ്പോർട്ടിലും ഡോക്ടർ ഹാരിസിനെ പഴിചാരിക്കൊണ്ടുള്ള മറ്റൊരു സംഭവം കൂടി പുറത്തു വരുന്നു എന്നുള്ളതാണ്. യൂറോളജി വകുപ്പിന്റെ മേധാവിയായ ഹാരിസ് ചുമതലയിൽ ഉണ്ടായിരുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ആശുപത്രി ഉപകരണങ്ങൾ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് ഉപസമിതി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നതും. ഇത് സംബന്ധിച്ച് പ്രത്യേകമായ അന്വേഷണം, മറ്റൊരു അന്വേഷണം കൂടി ഹാരിസിനെതിരെ ഉണ്ടാകുമെന്നുമുള്ള സൂചനകൾ തന്നെയാണ് മന്ത്രി നൽകുന്നത്. തിരുവനന്തപുരം എംപിയുടെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഉപകരണങ്ങളാണ് കാണാതായത്. ഉപകരണങ്ങൾ വകുപ്പ് തല അന്വേഷണത്തിൽ നേരത്തെ നടത്തിയ അന്വേഷണത്തിൽ ഇത് കണ്ടെത്തിയിരുന്നില്ല. പിന്നീട് ഉപസമിതി ഇത് സംബന്ധിച്ച ഈ നിലവിൽ ഉയർന്നു വന്ന വിവാദങ്ങൾ സംബന്ധിച്ച അന്വേഷണം നടത്തുമ്പോൾ ഈ പ്രശ്നത്തെ കാണുകയായിരുന്നു. നേരത്തെ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഉപസമിതിയുടെ അന്വേഷണത്തിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമായത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ വിശദമായൊരു അന്വേഷണം നടത്തുമെന്നുമാണ് ആരോഗ്യമന്ത്രി ഇന്ന് തൃശ്ശൂരിൽ പ്രതികരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഉപസമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള സ്വാഭാവിക നടപടി മാത്രമാണ് ഡോക്ടർ ഹാരിസിനോട് വിശദീകരണം തേടിയത്. പെരുമാറ്റച്ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു നടപടിക്രമം മാത്രമാണ്. ഡോക്ടർ ഉന്നയിച്ച വിഷയങ്ങളിൽ വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി പറയുമ്പോഴും അദ്ദേഹം ഉന്നയിച്ച വലിയ ഗൗരവമുള്ള വിഷയത്തിന്റെ പരിഹാരം എന്തെന്നുള്ള കാര്യത്തിൽ ഒരു മറുപടി മന്ത്രിയിൽ നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ വിഷയങ്ങൾ ഇപ്പോഴും സജീവമായി തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഡോക്ടർ ഹാരിസിനെതിരെ മറ്റൊരു അന്വേഷണം കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ലക്ഷ്മി, ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേർന്നത് തൃശ്ശൂരിൽ നിന്ന്.